कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारे. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് നേരത്തെ എനിക്കൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ നേരത്തെയാണ് ഞാൻ വിളക്ക് കാട്ടുന്നത് കേട്ടോ. ഒരു 7 ദിവസം കർക്കിടകത്തിൻ്റെ 7 ദിവസം വിളക്ക് കാട്ടണമെന്ന് എന്തോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരാഗ്രഹം അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ദൈവം സഹായിച്ചത് ഇന്ന് എണീക്കാൻ പറ്റി. ഇന്ന് എഴുന്നേറ്റ് താഴെ വന്നിട്ടൊരു 10 പ്രാവശ്യം ഇങ്ങനെ മേലേക്ക് കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കാശിക്കൂട്ടൻ എഴുന്നേറ്റിട്ട്. പിന്നെ നാമം ചൊല്ലാണ്. നാമം എനിക്ക് രാമായണത്തിൻ്റെ അതൊന്നും അറിയില്ല. രാമായണ പാരായണം പാറൂസിന് പഠിക്കാനുള്ളതിൽ കുറച്ച് ലൈൻസ് ഉണ്ട്. അത് രാമായണത്തിലത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് അവളെ പഠിപ്പിച്ച് ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര സമാധാനമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെയെന്ന് വെച്ചാൽ ഓണവും വിഷുവൊക്കെ ഉണ്ടാവില്ലേ, അപ്പം നമ്മളെങ്ങനെയാണ് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വിളക്ക് കാട്ടി ആ ഒരു വൈബാണ് ഈ ഒരു 3 ദിവസമായിട്ടും വീട്ടിലുള്ളത് കേട്ടോ. അതായത് ഇന്നലെ തൊട്ടുള്ളത് നല്ലൊരു ഭയങ്കര മനസ്സിനും നമ്മുടെ വീട് ഫുള്ള് ഭയങ്കര പോസിറ്റീവ് വൈബായിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എല്ലാവരും, ചേച്ചി സിന്ദൂരം തൊട്ടൂടെ കുളി കഴിഞ്ഞിട്ട്. അപ്പം ഞാനത് അത്രയും വലിയ ഫോക്കസ് ചെയ്യുന്ന ആളല്ല. എല്ലായിടത്തും പോകുമ്പോൾ സാരി കൊടുക്കുമ്പോഴേ ഞാൻ സിന്ദൂരം അങ്ങനെ തൊടാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അഭ്യർത്ഥന പ്രകാരം സിന്ദൂരം തൊട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോണേക്കാൻ മുമ്പുണ്ടല്ലോ, ഒരുപാട് പേര് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ഡയപ്പറിൻ്റെ റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് റാഷസോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. 10 മില്യൺ പോഴ്സ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബ്രീത്തബിലിറ്റി ഉണ്ടായിരിക്കും. ഒരുപാട് ടൈം ഡ്രൈ ആയിട്ട് വെക്കാനായിട്ടൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ ഇതിൽ ഒരു 5 ലെയർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. ഒരുപാട് മണിക്കൂറുകൾ നമ്മുടെ ഉണ്ണികൾ ചുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് എലാസ്റ്റിക് ഒക്കെ നല്ല സോഫ്റ്റാണ്. അവർക്ക് ഇറിറ്റേഷനോ റാഷസോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ ഉണ്ടല്ലോ, നമുക്കിത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സ്നഗ്ഗികളെ പോലെ ഇതിൽ പ്ലാസ്റ്റിക് അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതൊക്കെ ഇത് നമ്മൾ ഒരു കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. അതായത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. നല്ല അടിപൊളിയായിട്ടുള്ള സ്നഗ്ഗിയാണ് കേട്ടോ. അതെന്തായാലും ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക, ആവശ്യമുള്ളവർ വാങ്ങിക്കാം കേട്ടോ. ഇന്ന് അമ്മ ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരു ഡ്രിങ്ക് എനിക്കും അമ്മയ്ക്കും കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അമ്മ കുറേ ദിവസമായിട്ട് കുടിച്ചിട്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ഇത് കഴിച്ചിട്ട് വെയിറ്റ് കുറഞ്ഞോ എന്നൊക്കെ. മക്കളെ, ഞാനിതൊരു കൂടി വന്നൊരു 5-6 ദിവസമായിട്ടുള്ളൂ കഴിച്ചു തുടങ്ങിയിട്ട്. അപ്പം നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റിയിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ കുറേ പറഞ്ഞു അഞ്ചു ഭയങ്കര മെലിഞ്ഞിട്ടല്ലേ, പിന്നെ എന്തിനാണ് ഡയറ്റ് എടുക്കുന്നത്. ഞാൻ മെലിഞ്ഞിട്ടല്ല, എൻ്റെ ഫേസ് ഭയങ്കര കുഞ്ഞാണ്. ഞാൻ വണ്ണം വെച്ചാലും ഫേസിക്ക് അറിയത്തില്ല, കയ്യമ്മയ്ക്കും അറിയില്ല, പക്ഷേ എൻ്റെ ഉടലുമ്മയ്ക്ക് അറിയും. അതായത് എനിക്ക് വയറ് പെട്ടെന്ന് ചാടും, എൻ്റെ സൈഡ് ഉണ്ടല്ലോ, സൈഡ് ഭാഗമൊക്കെ ചാടും. അങ്ങനെ ഒരു സംഭവം എനിക്ക്. അപ്പം അമ്മ പറയണത് ഇപ്പം എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഒറ്റയടിക്ക് വലിച്ച് കുടിക്കുക, ഇങ്ങനെ ഷൂന്ന് ഇങ്ങനെ ഊറ്റി കുടിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ഓക്കാനം വരുന്നത്. എനിക്ക് രാവിലെ ഇങ്ങനെ വെള്ളം കുടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇന്ന് നമ്മുടെ സ്പെഷ്യലായിട്ട് മസാല ദോശയാണ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുള്ളത്. കുറേ നാളായി ദോശ നമ്മളെപ്പോഴും ചെയ്യുമെങ്കിലും മസാല ദോശ കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് ഇങ്ങനെ അരിഞ്ഞിടാം കേട്ടോ. കാരണം അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും, പെട്ടെന്ന് തൊലി ഉരിക്കാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായ കണ്ടോ, ഒട്ടും കടുപ്പില്ലാണ്ട് ഭയങ്കര മധുരം കുറച്ചിട്ടുള്ള കട്ടൻ ചായയാണ് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ എടുത്ത് വയ്ക്കുകയാണ്. അമ്മയുള്ളതുകൊണ്ട് നിറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടി ഫുൾ അവിടെ സെറ്റാണ്. പിന്നെ നമ്മുടെ കുട്ടച്ഛനെ എഴുന്നേറ്റു. അച്ഛൻ ഇന്നലെ ഡിസ്ചാർജ് വന്ന ആൾ ഓക്കെ ആയിട്ട് വന്ന് സുപ്രഭാതം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ എണീറ്റു, ആ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എണീറ്റത്. അപ്പോൾ അച്ഛന് രാവിലെ തന്നെ ഒരു ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചൂട് ചായ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അച്ഛനിങ്ങനെ വിളക്കൊക്കെ കാട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ നമ്മൾ 1-ാം തീയതി കാട്ടിയെങ്കിലും ഞാൻ പറഞ്ഞ അച്ഛനോട് 7 ദിവസം കാട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ
അച്ഛന് ഭയങ്കര സന്തോഷമായി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മേനേക്കാൾ കൂടുതൽ ഞങ്ങൾ ചെയ്ത് കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ദേ കാശിക്കൂട്ടൻ എൻ്റെ മടിയിലുണ്ട് കേട്ടോ. അവനതേ എണീറ്റ് വാശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് അവനൊന്ന് ക്യാമറ കാണിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ പറയാനേ ഇല്ല. അമ്മ അതേ കുളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയാണ് മസാല ഉണ്ടാക്കുക. നമ്മുടെ കടയിലൊക്കെ അച്ഛൻ മസാല ഉണ്ടാക്കി കൊണ്ടുപോകല്ലോ. അപ്പം അതുപോലെ അമ്മയാണ് ആ മസാല ഉണ്ടാക്കാറ്. അപ്പം അമ്മ അതുപോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ അതിനുള്ള തൊലി ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. അതായത് ഇതിപ്പം കാശ് എണീറ്റാലും പാറു എണീറ്റാലും അമ്മ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ അത്. അപ്പം അമ്മ മുക്കുറ്റി പറിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറിക്കാൻ പോവാണ്. മുക്കുറ്റി പറിച്ച് ഞാൻ അമ്മയുടെ കൊടുത്തപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മ ഷഡോ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ വലിയ സ്റ്റൈലിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. എനിക്ക് ജസ്റ്റ് ഒന്ന് തെളിയിക്കാനുള്ളത് പോലും ഒന്ന് ജസ്റ്റ് ഒന്നാക്കാനുള്ള പോലും എനിക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ ഇതിനൊക്കെ ഒരു നാക്ക് വേണം, എക്സ്പീരിയൻസും ഒന്നും വേണമെങ്കിൽ പറയാം. അമ്മ നല്ല ഇങ്ങനെ കൊഴുത്തോടെ നല്ല കറുത്ത കളറിലാണ് ആ സാധനം എടുത്തത്. അപ്പം ഞാൻ നോക്കിക്കാണ് ഇതെങ്ങനെ ഈ സാധനം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനെല്ലാതെ അറിയാല, ഇതെങ്ങനെ ഇത് ചെയ്യരുത്. ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ അമ്മയുടെ നിന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ ഞാൻ അമ്മേരൊക്കെ നിന്ന് കുറേ സാധനം പഠിച്ചിട്ട് ഞാൻ അമ്മേനെ പോലെ ഫോളോ അപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു സംഭവം കൂടിയാണ് ഈ വെളുപ്പിന് എണീറ്റിട്ടുള്ള കുളി. അത് കല്യാണം കഴിഞ്ഞ് വന്ന് പാറു ആവണ വരെ എനിക്ക് ആ സംഭവം ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോരുന്നത്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കാട്ടുക, അതെനിക്ക് കല്യാണത്തിന് മുമ്പ് ഞാൻ ഇടയ്ക്ക് വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ഇഷ്ടമാണത്, മനസ്സിലായോ? അങ്ങനൊരു ക്യാരക്ടറും കൂടിയാണ് എൻ്റെത്. അപ്പോൾ അതെ വേപ്പിൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വേപ്പിൻ്റെ വലിയ മരമാണ് കേട്ടോ അത്. അതിൻ്റെ ഇടയിൽ മറ്റേ വെള്ളപ്പൂവിൻ്റെ ഒരു ചെറിയതും കൂടി ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ തോട്ടി ഒടിഞ്ഞു പോയി. അപ്പോൾ തോട്ടി ഒടിഞ്ഞു പോയിട്ട് എനിക്ക് പൊട്ടിക്കാൻ എത്തില്ല. എനിക്ക് ഹൈറ്റ് ഇല്ലല്ലോ ഗൈസ്. എന്നോട് ആരൊക്കെയോ ചോദിച്ചായിരുന്നു ചേച്ചിയുടെ ഹൈറ്റ് എത്രയാണ്. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 5'4" ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് കുറേ കുഞ്ഞു വേപ്പിൻ്റെ ഉണ്ട്. അവിടെ പോയിട്ട് പൊട്ടിച്ചു. നമുക്ക് മസാല ദോശയ്ക്കും അതുപോലെ തന്നെ നമ്മൾ നാളികേര ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ദോശയ്ക്ക് ചട്നി അതൊക്കെയും വേണം കേട്ടോ. അപ്പോൾ അതേ അമ്മ എനിക്ക് ചന്ദനം തൊട്ടുന്നതാണ്. മസാല ദോശയ്ക്കുള്ള സവാള നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് നിഖിലിന് പ്രമോഷൻ ഒരു മറ്റേ ചോപ്പർ ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് അവൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് യൂസ് ചെയ്താൽ മറ്റേ ചോപ്പറിൽ വലിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മറ്റേതാണെങ്കിൽ ഇങ്ങനെ വലിച്ച് എൻ്റെ കയ്യിൻ്റെ കുഴയൊക്കെ വേദന എടുക്കും. ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, സാധനം പറഞ്ഞ് സെറ്റാവും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഇതെനിക്ക് അതിൻ്റെ മെക്കാനിസം കറക്റ്റ് അറിയാണ്ടാണോ എന്നറിയില്ല. നമ്മൾ കണ്ടത് അടിയിൽ ജസ്റ്റ് ജ്യൂസ് പോലെയായി വരും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ എന്താ നമുക്ക് മസാല ദോശയ്ക്ക് അങ്ങനെ പറ്റില്ലല്ലോ. ശരിക്കും അതൊരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്യാനൊക്കെ അത് ഓക്കെ കേട്ടോ. സവാള ഒന്നും അറിയാൻ ഓക്കെ അല്ല. പിന്നെ അതേ നമ്മുടെ ഉഴുന്ന് ഞാൻ തലേ ദിവസം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതേപോലെ എനിക്ക് പിന്നെ ഞാൻ അബദ്ധങ്ങളുടെ ഒരു കൂടാരമായതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇഡലിക്ക് മാവ് ഒഴിച്ച് വെച്ചതിൽ സോഡാപ്പൊടി ഞാൻ ഒരു കുമ്പിൾ സോഡാപ്പൊടി അങ്ങോട്ട് ഇട്ടു. പിറ്റേ ദിവസം അമൃതം പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, ആ ഒരു കളറും ഭയങ്കര കുത്തും, മൊത്തം കൊണ്ട് കളയേണ്ടി വന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് കേട്ടോ മാവ് കൂട്ടി വെച്ചത്. പിന്നെ ചമ്മന്തിക്കുള്ള നാളികേരം ചിരകി നമ്മുടെ മസാല ദോശയ്ക്കുള്ള സാധനം സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അമ്മയുടെ ഒരു സ്വഭാവം തന്നെ ഇത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. എല്ലാതും സെപ്പറേറ്റ് ഭയങ്കര നീറ്റ്നെസ്സിൽ ആൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ആളുടെ ക്യാരക്ടറും കൂടി ഇങ്ങനെ ഒപ്പ് വെച്ചിട്ടുണ്ടാവും. അതാണ് ഇപ്പോൾ ഞാൻ കണ്ടില്ലേ അത്രയും അലങ്കരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ മസാല ദോശയ്ക്കുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഉഴുന്ന് പിന്നെ പരിപ്പ് കടുകൊക്കെ വറക്കും. പിന്നെ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കും. അങ്ങനെയാണ് ആദ്യം ചെയ്യുക. അപ്പോൾ അത് ഞാൻ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഉടച്ചായിരുന്നു കേട്ടോ.
എന്നിട്ട് ഇത് ഞാൻ നമ്മുടെ നാളികേര ചമ്മന്തിക്ക് നിങ്ങളവിടെ എങ്ങനെയാണ്, നമ്മളിവിടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് അടിക്കും, എന്നിട്ട് നമുക്ക് കാച്ചും. അങ്ങനെയാണ് നമ്മളിവിടെ നാളികേര ചമ്മന്തി. തക്കാളി ചമ്മന്തി ആണെങ്കിൽ അടിപൊളിയായിരിക്കും, പക്ഷേ ഉണ്ടല്ലോ തക്കാളി ഉണ്ടായില്ല, തക്കാളി കഴിഞ്ഞു പോയി. ഇവിടെ തക്കാളി ചമ്മന്തിക്ക് ഭയങ്കര ചിലവാണ്. 5-6 തക്കാളിയും 10-12 സവാളയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുതലിക്കത്തുള്ളൂ. അപ്പോൾ തക്കാളി ഇല്ലാത്ത കാരണം നമ്മൾ നാളികേര ചമ്മന്തി ആക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാക്കാൻ വേണ്ടി ചട്ടിയിൽ ചെയ്യുന്നതാണ്. അമ്മ അപ്പുറത്ത് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക മസാല ദോശയത്തെ ഒരു മസാല ഉണ്ടല്ലോ, പലതരത്തിലുണ്ടാക്കാം. ഇവിടെ അമ്മ കടയിലേക്ക് അച്ഛൻ കൊടുത്തയക്കുന്ന ഒരു മസാലയുടെ രീതിയിലാണ് അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ നാളികേര ചമ്മന്തി സെറ്റായിട്ടുണ്ട്. പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് ദോശ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും വയറിറച്ച് കഴിച്ചോളും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും ചൂട്ടോടെ ദോശ വേണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അമ്മതേ അവസാനം ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കുറച്ച് ഗരം മസാല ഇടും, പിന്നെ മല്ലി ഉണ്ടല്ലോ, മല്ലിയിൽ അരിഞ്ഞിടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആലോചിച്ചത്, ഓ മൈ ഗോഡ് ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചത്. ഓടിപ്പോയി ഇതേ വെയിറ്റ് നോക്കാണ്. ഞാൻ വണ്ണം വെച്ച് തുടങ്ങുകയാണെന്നുള്ളൊരു സംഭവം എനിക്ക് കുറച്ച് നാളായിട്ടുള്ളൂ വന്നിട്ട്. അതുവരെ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാനിത് ഡയറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴെല്ലാവരും എന്നോട് പറയും നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കും. പക്ഷേ എനിക്കെന്തോ വെയിറ്റ് കൂടുന്നത് പോലെ തോന്നും. രാവിലെ തന്നെ എൻ്റെ മനസ്സ് ചത്ത്. കാരണം കഴിഞ്ഞ ദിവസം വരെ 56 കിലോ ആയിരുന്നു, ഇന്ന് നോക്കുമ്പോൾ 57 കിലോ. എനിക്കറിയില്ല ശരിക്കും. ഞാൻ ഈ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് 54 കിലോ ആയിരുന്നു. 55, 56, 57 3 കിലോ കൂടി. ദൈവമേ എനിക്ക് വല്ല രോഗമുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. കാരണം അങ്ങനെ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കില്ല. ഒന്നാമത് കറക്റ്റ് നേരത്തിനും കൂടി ഇല്ല നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അറിയില്ല എന്താ എനിക്ക് പറ്റണേന്ന്. കുളിച്ച് സുന്ദരനായി ഒന്ന് നിൽക്കുക അല്ലേ? ചായ കൂടെ കിട്ടിയ സൂപ്പർ. പാല് നമ്മുടെ ചേട്ടൻ കൊണ്ടുവയ്ക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. മസാല ദോശ എടുക്കട്ടെ, മസാല ദോശ എടുക്കട്ടെ. ഇച്ചിരി പാലിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, അത് വെച്ചിട്ട് ചായ ഉണ്ടായി തരാം. എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ മാസൊക്കെ? കർക്കിടകം ഒന്ന് ഹോസ്പിറ്റലായിട്ട് സങ്കടം. ഞാൻ വിചാരിച്ചിട്ടെന്നല്ലേ തലേദിവസം രാത്രി നമ്മൾ വൃത്തിയാക്കലും പിടിക്കലും അങ്ങനെ പ്ലേറ്റ് വന്നിട്ടുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ല, അതിനൊന്നും കാര്യമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ മനസ്സിനാകപ്പാട് സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരം പിടിച്ച് കഴിക്കാറ് തുടച്ച് നിങ്ങൾ പറഞ്ഞതല്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായിരുന്നു. നിങ്ങൾ അവിടെ എൻ്റെ മക്കൾ ഞാനില്ലെങ്കിലും എല്ലാം പറഞ്ഞില്ലെങ്കിലും മക്കൾ പറയാണ്ട് ചെയ്തല്ലോ എന്നുള്ളൊരു സമാധാനം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അച്ഛൻ ഭയങ്കരമായിട്ട് അച്ഛനതെ അമ്മയുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിക്കും വെടുപ്പിനും കൊണ്ട് നടന്ന് ചെയ്യുന്ന ആൾക്കാരാണ്. വിഷു, ഓണം, കർക്കിടകം അങ്ങനത്തെ 1-ാം മാസവും എന്താ വെച്ചാൽ മലയാള മാസം 1-ാം തീയതി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നലെ ഇപ്പം അങ്ങനെ ചെയ്തു. ഒരു 7 ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റിട്ട് അച്ഛൻ എനിക്ക് ഓർക്കാൻ പറ്റില്ല. അല്ല മനസ്സിന് സമാധാനമായി. കാരണം വെച്ചാൽ ഞാനില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരില്ലെങ്കിലും ഞങ്ങൾ ചെയ്തു പോന്നിരുന്ന പാത കുറച്ച് നാളുകളും ഇതാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തോളൂ എന്നൊരു മനസ്സമാധാനം ഉണ്ടെങ്കിൽ എവിടെ പോയാലും ഞങ്ങളിവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ ചെയ്തിരുന്ന മാതിരി ഇവിടെ ചെയ്തിരുന്ന മാതിരി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നല്ല വിശ്വാസം നമുക്ക് കിട്ടി. അച്ഛനിപ്പോൾ ഓക്കെ അല്ലേ? നമ്മളെ വീഡിയോയിൽ ഒരുപാട് പേര് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, കമന്റ് ബോക്സിൽ അതിന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അച്ഛനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇല്ലേ അച്ഛാ? നിങ്ങളെല്ലാവരും പ്രാർത്ഥനയ്ക്കും വളരെയധികം നല്ല നന്ദി. അതെ, ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ദോശ എടുക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, ഞങ്ങളപ്പോൾ ഇതേ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് 5 ദിവസത്തെ വിശേഷങ്ങൾ പറയാനുണ്ട്. ഞങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും ഉണ്ടല്ലോ ഒരുപാട് നേരം ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പാല് ചേട്ടൻ കൊണ്ടുവന്നു. അപ്പോൾ അച്ഛൻ പറയാണ് ഞാൻ 2 ദിവസം വന്നിട്ട് കഴിഞ്ഞിട്ട് വാങ്ങിക്കാട്ടോ എന്ന് പറയുന്നത്. കാരണം അച്ഛൻ എന്നവരെ വീട്ടിൽ പോയിട്ടാണ് പാല് മേടിക്കാറ്. അച്ഛനില്ലാത്തതുകൊണ്ടും നമ്മുടെ 2 ആമക്കൾ പെട്ടെന്ന് നേരത്തെ ഒന്നും എനിക്കാത്തതുകൊണ്ടും അച്ഛൻ ഓൾറെഡി പറഞ്ഞു വെച്ചു നേരത്തെ കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ കുട്ടച്ഛൻ അങ്ങനെയല്ല കേട്ടോ. കുട്ടച്ഛൻ ഭയങ്കര നേരത്തെ എണീക്കുന്ന ആളാണ്, സീതമ്മനെ പോലെ. അപ്പം ഞാൻ അച്ഛന് പാൽ ചായ ഉണ്ടാക്കാൻ പോവാ. നമ്മളിത് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളിത് നോക്കണ്ട, അതിൽ 9:20 ക്ലോക്ക് ചത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ. ഇപ്പോൾ
എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല. എനിക്ക് എല്ലാ ദിവസത്തേക്കാളും ഇന്നാണ് ഞാൻ കുറച്ചും കൂടെ നേരത്തെ എണീറ്റത് വെച്ചിട്ടുണ്ടെങ്കിലേ അലറാം അടിച്ചിട്ട് എന്താ നനഞ്ഞ മുടിയൻ തുമ്പ് കിട്ടിയിരിക്കട്ടെ. അലറാം അടിച്ചിട്ട് കാശി എണീറ്റു. അപ്പം സാധാരണ ഞാൻ 4 മണിട്ട് അലറാം വെച്ചു കൊടുക്കും. 4, 4:10, 4:15, 4:20, 4:25 അപ്പോഴേ എണീറ്റു. പിന്നെ 5:15 ആയപ്പോഴത്തേന് എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ബാത്റൂമിൽ പോയി. 5:30 ആയപ്പോൾ താഴെത്തി തുടച്ച് വെള്ളം വെച്ചപ്പോൾ കാശി എണീറ്റു. വീണ്ടും പോയി, വീണ്ടും ഇറങ്ങി, വീണ്ടും പോയി. പക്ഷെ ഇന്നെന്താ അറിയില്ല, ഇന്നലെ ഉറങ്ങിയപ്പോഴും ലേറ്റായി. മേ ബി അതായിരിക്കണം, ഒരു 1:30, 1:45 ഉറങ്ങിയപ്പോഴേ. പിന്നെ നമ്മൾ ഇത്രയും നേരത്തെ എണീറ്റില്ല. അപ്പം എനിക്ക് പിന്നെ ശീലോ ഇല്ലാലോ, നമുക്ക് കുറേ നാളായല്ലോ, കണ്ണ് പുളിക്കുന്നു. അപ്പം അച്ഛന് ചായ വെച്ചുകൊടുക്കട്ടെ കേട്ടോ, പാൽ ചായ വെച്ചുകൊടുക്കട്ടെ. ദോശക്കുള്ള എല്ലാ പരിപാടീസും കഴിഞ്ഞ് ദോശ ഉണ്ടാക്കിയേ വേണ്ടു. ഉച്ചയ്ക്ക് നമ്മൾ വിചാരിച്ചത് കൊച്ചായും പൊണ്ണമ്മായും വരും, അച്ഛനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് മത്തങ്ങയും പയറും പിന്നെ ഇച്ചിരി മീമിക്കറി ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഒലത്തോ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പം നേരെ ചായ ഉണ്ടാക്കട്ടെ. ദേ ചായ തിളച്ച് വരുന്നുണ്ട്, ഇനി ചായ ആക്കി കൊടുക്കണം. പിന്നെ ഇന്നലെ അതിനു ഭയങ്കര പനിയായിരുന്നു. അയിനൂസിന് ഉറങ്ങിയപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടോ. അതുകൊണ്ട് തന്നെ കീർത്തനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എണീറ്റ് വരണ്ടാവുന്നുണ്ടായി. കാരണം കുറേ നെഗറ്റീവ്സ് നമുക്ക് വരാറുണ്ട്. അവളത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ സാഹചര്യങ്ങൾ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ അവളോട് ഇഷ്ടമുള്ള പെയിൻറ്റമ്മ എന്ന് പറയാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങൾ കിടന്നുറങ്ങണ സമയത്ത് അവൾ എണീറ്റിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഉറക്കം കിട്ടുന്ന സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ ഒന്നാമത് കീർത്തു വായു പോലെയായി. കാരണം അത്രയും ക്ഷീണിച്ചു, ഭക്ഷണം നേരെയല്ല, ഉറക്കം നേരെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നെഗറ്റീവ്സും കൊണ്ട് ആരും വരരുത്. എനിക്ക് അങ്ങനത്തെ നെഗറ്റീവ്സ് വരുന്നോണ്ടാണ് പറയണത് കേട്ടോ. അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതേക്ക് ഇത് വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, കുളിക്കാനായിട്ടുള്ള വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നേരത്തെ എനിക്ക് കുളിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് രാവിലെ തന്നെ കുളിക്കാം, ആ ഒരു പരിപാടി തന്നെ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് പിന്നെ അമ്മ തുടച്ചിടാണ്. ഞാൻ രാവിലെ തുടച്ചെങ്കിലും മഴയൊക്കെ പെയ്തിട്ട് മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട്. അപ്പം കീത്തിനൊരു അതായത് ചെറിയൊരു മരിപ്പ് ഉണ്ട്, അറിയിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു അകന്നൊരു റിലേഷനുള്ള ഒരാൾ ആ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതേക്ക് ഇത് ഞാൻ ചായ കൊടുത്തു, ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. അടുക്കളയിൽ നമ്മുടെ കറിപ്പരിപാടികളൊന്നും ആയിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ 99% സെറ്റായതുകൊണ്ട് നമ്മൾ പിന്നെ അതേ ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പോൾ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. നല്ല ഏലക്കായ ഇട്ട ചായയാണ് കേട്ടോ. ഏലക്കായ ഇഞ്ചിയൊക്കെ കീത്തുവാണ് ഇങ്ങനെ ഇട്ട് തരാറുള്ളത്. ഞാൻ കാപ്പിയാണ്, എനിക്ക് കാപ്പിയാണ് ഭയങ്കര ഇഷ്ടം. ഞങ്ങളിങ്ങനെ വിശേഷങ്ങൾ പറയാനാണ് കേട്ടോ. അതായത് 5 ദിവസം ഇവരുണ്ടായില്ലല്ലോ. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിലത്തെ കുറേ കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ വീട്ടിലത്തെ കുറേ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്തേ. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ എന്താ പറയുക, രാവിലത്തെ കുളി കഴിഞ്ഞ് അമ്മായിമ്മയും അമ്മായിച്ചനും 2 മരുമക്കളും കൂടി ഇങ്ങനെ 2 ആമക്കളും പിള്ളേരും നല്ല ഉറക്കമാണ് കേട്ടോ. 4 എണ്ണം എണീറ്റിട്ടില്ല, നമ്മുടെ ചെക്കന്മാരും എണീറ്റിട്ടില്ല, അവർ നല്ല ഉറക്കത്തിലാണ്. നല്ല മഴ പെയ്ത സമയത്ത് മൂടി പൊതിച്ച് ഉറങ്ങുകയാണ്. നമ്മളിവിടുന്ന് ചായ കുടിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും ഗീതൊക്കെ ഭയങ്കര ഉറക്കപ്രാന്തികളാണ്. പക്ഷെ നമ്മുടെ കുട്ടികളായതിനു ശേഷം നമുക്ക് അങ്ങനെ ഒന്നും ഇഷ്ടത്തിനൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അവർ കുറച്ചുകൂടി വലുതാവട്ടെ. മഴ നിങ്ങൾ നോക്കിയേ കണ്ടോ. ഞാൻ ഇത്രയും ദിവസം നമ്മൾ വ്ളോഗ് എടുത്തില്ല, എപ്പോഴെങ്കിലും മഴ ഇല്ലാണ്ടിരുന്നിട്ടുണ്ടോ. അച്ഛൻ പറയാണ് വീഡിയോ എടുക്ക്. അപ്പോൾ അച്ഛൻ്റെ ഫോണിലും അച്ഛന് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. അച്ഛനിങ്ങനെ എന്താ പറയുക, നല്ല കാണാൻ ഇഷ്ടമുള്ള, പിന്നെയും അച്ഛന് മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സമയത്തൊക്കെ ക്യാമറയും കൊണ്ട് അച്ഛൻ്റെ ഫോണിൽ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുന്ന നേരത്തെയാണ് നമ്മുടെ പത്രം എടുക്കുന്ന ചേട്ടൻ വന്നത്. അപ്പോൾ അച്ഛൻ ഇത്രയും ദിവസം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. നമ്മളിതേ നേരെ ദോശ പരിപാടിയിലേക്ക് കടക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ കഴിക്കാൻ. അതേപോലെ തന്നെ ഭയങ്കര ദേഷ്യമാണ് അത് ഉണ്ടാക്കാനായിട്ട്. കാരണം കുറേ നേരം നിൽക്കേണ്ടി വരും. ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ കാശിക്കൂട്ടൻ എണീറ്റത്. ഇനി അവനൊന്ന് മെരിക്കാൻ നിൽക്കണം. തുമ്പക്കൂടങ്ങളിൽ ചൊല്ലി ചേക്കൻ
കുഞ്ഞിളം പാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങുമി കുഞ്ഞിക്കിനാക്കക്ക് നിന്നെയാണോ മനയേറെ ഇഷ്ടം കിങ്ങിരി മുത്തല്ലേ എന്റെ ചക്കര കുഞ്ഞല്ലേ. അയ്യോ അയ്യോ സ്പെഷ്യൽ മസാല ദോശ ഇടി. ഞാനൊന്ന് 1 കിലോ കൂടി 57. അയ്യോ മുക്കുറ്റി അമ്മ അരച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയിടി നീ മുക്കുറ്റിയുടെ കളർ നോക്കി. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. തൊട്ട് തരുന്നു. യെസ് അമ്മ സ്പെഷ്യൽ. ഇന്നലെ ഞങ്ങള് ഒരു 5-6 കട മുക്കുറ്റി എടുത്തിട്ട് അരച്ചരച്ചരച്ച തെളിയാനും കൂടി ഉണ്ടായിരുന്നില്ല. മുക്കുറ്റി പിച്ചിക്കളയും മുക്കുറ്റി എടുത്ത് കളയാൻ ചോദിച്ചിട്ട് പോരാ നിക്കവിടെ. ഇപ്പൊ നമ്മ സെറ്റ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാറൂസ് എണീറ്റു. പാറൂസ് ചായ ചോദിച്ചു. ചില ദിവസം ഭയങ്കര ദേഷ്യത്തിൽ എണീക്കുക. നല്ല കുട്ടിയായിട്ട് എണീറ്റിട്ടെന്ന് അമ്മ ദോശ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടല്ലോ ഈ നല്ല ക്രിസ്പിനെസ് ഉള്ള ദോശ ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ എനിക്ക് അറിയാം ദോശ ഉണ്ടാക്കാൻ. ഇങ്ങനെ മുരിച്ചെടുത്ത് വലിയ ദോശ പരത്താനൊരു നാക്ക് ഉണ്ടല്ലോ, അതറിയില്ലായിരുന്നു. അതെനിക്ക് നമ്മുടെ സീതമ്മയാണ് കേട്ടോ പഠിപ്പിച്ചെന്നത്. അതെങ്ങനെ ഒഴിക്കണം അങ്ങനെയൊക്കെ. ഇപ്പം ഞാനൊരു വലിയ ദോശ സ്പെഷ്യലിസ്റ്റാണ്. അതേപോലെ തന്നെയാണ് കീത്തുനും ഫസ്റ്റ് വന്ന സമയത്ത് ദോശ ഭയങ്കര പരത്താനും ഭയങ്കര കട്ടിയിലൊക്കെ ആവുമായിരുന്നു. ഒരു നാക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളും അതിൻ്റെ സ്പെഷ്യലിസ്റ്റായി. എൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരേ ഒരു കാര്യത്തിൽ ഷൈൻ ചെയ്യുന്നതിന് മാത്രമാണ്. എന്തിന് നമ്മുടെ ദോശ 5 നെയ് റോസ്റ്റ് ഉണ്ടാക്കി തരാൻ പറയും. ഭയങ്കര ഡിമാൻഡായിരിക്കും. അപ്പോൾ എനിക്ക് സൗകര്യമില്ല ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ പറയും. കാരണം അവിടെ അമ്മയ്ക്കും ഈ ഒരു നാക്ക് അറിയത്തില്ല, ഞാനാണ് ഉണ്ടാക്കുക. അപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര പോസാണ് കേട്ടോ. എൻ്റെ അടുത്തേക്ക് ദോശയ്ക്ക് വേണ്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കര പോസാണ്. ഇത് നമ്മുടെ മസാല സെറ്റായപ്പോൾ ആ മസാല അമ്മ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇച്ചിരി മസാല പിശുക്കിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിമാൻഡ് വെച്ചു എല്ലാവർക്കും ഓരോ മസാല ദോശ, പിന്നെ പ്ലെയിൻ ദോശ, പിന്നെ മസാല ഉള്ള പോലെ ബാക്കിയുള്ളവർക്ക് മസാല ദോശ തരും. അങ്ങനെ ഒരു ഡിമാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേ കാരണം എന്താണെന്നറിയോ, മസാല കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ മസാല നമ്മൾ സവാള കുറച്ചധികം ആ ഒരു ചോപ്പറിലിട്ടിട്ട് അരഞ്ഞു പോയി. അപ്പോൾ മസാല കുറച്ച് കുറവായി പോയിട്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഉണ്ട്. കുട്ടച്ഛന് കൊടുക്കാമെന്ന് വെച്ചു. അച്ഛന് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ശീലമൊന്നുമില്ല. ഞങ്ങളെപ്പോലെ തന്നെ 10-11 മണിക്കാണ് അച്ഛൻ കഴിക്കാറ്. പക്ഷെ മരുന്ന് കഴിക്കേണ്ടിയുള്ളതുകൊണ്ട് നമ്മളിത് കുത്തി വലിച്ചു കൊണ്ടിരുത്താണ്. കാരണം ഈ 5 ദിവസവും അച്ഛൻ നല്ല റെസ്റ്റ് ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് അച്ഛൻ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് വീണ്ടും തല തിരിഞ്ഞാൽ അച്ഛനത് ഹെൽത്തിന് പ്രശ്നമാവുമല്ലോ. പക്ഷേ എന്താ പറയുക, ഇവിടെ വരുമ്പോൾ അച്ഛന് സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ടല്ല കേട്ടോ, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട്. ചിലപ്പോൾ പിള്ളേരെ പിന്നാലെ നടന്നിട്ട് അച്ഛനൊക്കെ മറക്കും. ചിലപ്പോൾ വിശപ്പ് തോന്നില്ല. അങ്ങനത്തെ ഒക്കെ ഓരോ കണ്ടീഷൻ കൊണ്ടാണ് മറക്കണത്. അപ്പോൾ ദേ ദോശ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ എപ്പോഴും എങ്ങനെ അറിയാമോ, ചോറ് എന്ത് സ്വാദുള്ള സാധനം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്ക് എപ്പോഴും വായ വെച്ച് തരും. ജസ്റ്റ് ഇത് ഒരു ഷോ അല്ല. ഞങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും. അച്ഛൻ എപ്പോഴും, എനിക്കൊക്കെ അച്ഛൻ്റെ പിടി ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ എല്ലാ കറിയും കൂട്ടിക്കുഴച്ച്, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല അങ്ങനെ, പക്ഷെ എനിക്കിഷ്ടമാണ്. എല്ലാ കറിയും കൂട്ടിക്കുഴച്ച് പപ്പടമൊക്കെ കുഴച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇടയ്ക്ക് അച്ഛൻ വാരിത്തരാറുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ അപ്പം അച്ഛൻ്റെ അടുത്ത് സ്ഥാനം പിടിച്ചു. അച്ഛൻ രാവിലെ അവന് ഭക്ഷണം കൊടുത്തു. ദോശ കാശിയുടെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ ഈ മസാലക്കറികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം എല്ലാ കറിയും അവന് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കീത്തു ദേ അവിടെ ഒതുക്കലും പിടിക്കലൊക്കെ ഇന്ന് അവളെ പരിപാടിയാണ്. ഫുൾ വീട് അടക്കി പറക്കി ഒതുക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ പാറൂസിന് കൊടുത്തു കേട്ടോ ഞാൻ ദോശ. ഞാൻ കഴിക്കിട്ടാ. ഞഞ്ഞുട്ടാ ഞഞ്ഞു 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 പഞ്ചുണ്ട മോൻ പഞ്ചുണ്ട അയിനു കൊടുക്കണുണ്ട് അമ്മ മോൻ. അല്ലു, ഓ സോറി. അല്ലൂസ ചേച്ചിയുടെ അടുത്തിരിക്കി. അമ്മോൻ ചേച്ചിയുടെ അടുത്തിരുന്നേ. ഇവിടെ ഇരിക്കി. ചേച്ചി തരുന്നു പാപ്പ.
ഞാനും അമ്മയും കീത്തും മാറി 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 നിന്നാണ് കേട്ടോ ദോശ ചുടുന്നത്. പണ്ട് ഞങ്ങൾക്കൊരു കണക്കുണ്ട്, ഉഴുന്നിടുന്നതിനൊക്കെ. അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ദോശ ഉണ്ടാക്കും, നാളെ ഇഡലി ഉണ്ടാക്കും, അത്രയും കണക്കിന് മാവ് വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് തികയില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അന്നത്തെ ദിവസം അത് കഥം ഫിനിഷ് ആയിരിക്കും. കാരണം പിള്ളേർ ഇപ്പോൾ കഴിക്കുന്നതുകൊണ്ടുണ്ടല്ലോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ആൾക്കാരുടെ എണ്ണം കൂടി, കുട്ടികൾ വലുതായി വരുന്നു, ക്വാണ്ടിറ്റിയും കൂട്ടണം. ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് മനസ്സിലാവുക. അപ്പോൾ ഇതേ നല്ല വലിയ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പൊറോട്ടക്കല്ലില്ലേ, അതൊരെണ്ണം മേടിച്ചിട്ട് അറ്റ് എ ടൈം ഞങ്ങൾ 4 എണ്ണം ഉണ്ടാക്കും. അല്ലാണ്ട് മുതലിക്കില്ല ഗൈസ്. ഇപ്പോൾ ദേ അതിൻ്റെ ഇടയിൽ തലേദിവസം ഏട്ടൻ രാവിലെ പണിക്ക് പോയിട്ട് പാതിരാത്രി എപ്പോഴും എത്തിയത്. അപ്പോൾ ഉള്ള ഗ്രീസും കാര്യങ്ങളൊക്കെ തലയിലുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ചേട്ടൻ്റെ പണി എന്താണെന്ന്. അപ്പോൾ ചേട്ടൻ ഹൈഡ്രോളിക് മെക്കാനിക്കാണ്, അതായത് JCB ഉണ്ടല്ലോ, JCBയുടെ മെക്കാനിക്കാണ് കേട്ടോ ചേട്ടൻ. എവിടെ സ്ഥലം എന്ന് വെച്ചാൽ അങ്ങനെ എവിടെ ഒന്നുമില്ല, നമുക്ക് എന്താ പറയുക സൈറ്റ് വർക്കാണ്, എവിടെ വേണമെങ്കിലും പോയി പണിയെടുക്കും, അങ്ങനെയാണ്. അയിനൂസിന് എന്തേ ഭക്ഷണം കൊടുക്കുകയാണ്. അയിനൂന് ചെറിയൊരു പനിയുണ്ട്, അപ്പോൾ അയിനൂട്ടിന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോശ അല്ലുട്ടൻ്റെ കുട്ടി ദോശ, ഞഞ്ഞൂന് വലിയ ദോശ കൂട്ടാൻ മുക്കിയിട്ട് പോകുമ്പോൾ വലിയ വയ പോയിക്കോട്ടെ കേട്ടോ. ഗുഡ് ബോയിന് വലിയ മേട ചൂടിനിടുന്നല്ലേ എന്തൊരു ചെയ്തന്നെ ഉമ്മല്ല എലിമിക്ക് ഉമ്മന്ന് ഇങ്ങനെ മയക്കാൻ എനിക്കറിയാം, എൻ്റെ സ്വഭാവം നന്നിട്ട് അറിയില്ല. അല്ലോ അല്ലോ തമ്പായി എവിടെ തമ്പായി? ആഹാ അല്ലു അതിൻ്റെ ഫോട്ടോ എവിടെ? ഫോട്ടോ അതല്ല ഫോട്ടോ കാലിക്സ് നമ്മുടെ കാലിക്സ് ഇതിന് ഞങ്ങളുടെ വീട്ടിലെ ബൂത്ത് കാലിക്സ്, ഒരുപാട് ബൂത്ത് പോയി കാലിക്സ്. ഇവർക്ക് വെള്ളം കൂടി കൂടുതലായതുകൊണ്ട് ഞാൻ വെള്ളം കൊടുക്കൂല. ഞാൻ അത് ചായ കുറച്ചെടുക്കണം, കാരണം കുറെ കുടിക്കും. പക്ഷെ നീ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഹായ് കൊടുത്തല്ലോ ക്യാമറയിൽ, ഹായ് കൊടുത്തേ, പ്ലെയിൻ കിസ് കൊടുത്തേ. പ്ലെയിൻ കിസ് എങ്ങനെ കൊടുക്കും നമ്മള്? പ്ലെയിൻ കിസ് പ്ലെയിൻ പറയില്ല, പ്ലെയിൻ കിസ് പ്ലെയിൻ കിസ് കൊടുത്തേ. ഇപ്പം സമയം 11:15 ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല. പാറൂസിൻ്റെ കുളി വേഗം കഴിച്ചു. കുളിക്കില്ല, കാരണം പാറൂന് 2 മണിക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തണം. അപ്പോൾ നേരത്തെ തന്നെ ആളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അയിനും പാറു ഭയങ്കര കോമ്പിനേഷനാണ്. അല്ലുവും പാറുവൊക്കെ ആയിരുന്നു. ഇപ്പോൾ അയിനുവിന് എപ്പോഴും എടുക്കാൻ സുഖമാണ്. അയിനുവിനെ ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ സുഖമായതുകൊണ്ട് ഏത് നേരം എടുത്തുകൊണ്ട് നടക്കും. അയിനു ആണെങ്കിൽ ഇടുക്കെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ കീത്തു ദോശ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രാന്താവും കേട്ടോ അവസാനമാകുമ്പോഴത്തേനും, കുറേ നേരം നിന്നേ. അപ്പോൾ കൊച്ചായും പൊണ്ണമ്മായും വന്നിട്ടുണ്ട്. അവർ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ 11:30 നേരം. ഏട്ടനും ഭക്ഷണം കഴിക്കുന്നുള്ളൂ, കീത്തും ഭക്ഷണം കഴിക്കുള്ളൂ. ഇവർ 2 പേരും വന്നിട്ട് ഇവർക്ക് ദോശയൊക്കെ കഴിച്ചിട്ട് ഇവർ ചായയൊക്കെ കുടിച്ചിട്ട് ഇവളെന്തുട്ടാ കാണണേന്ന് നോക്കിയിരിക്കുകയാണ് കൊച്ചായും. പിന്നെ ഏട്ടൻ്റെ മാതള നാരങ്ങ ഉണ്ണികൾക്ക് മുറിച്ച് വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. 4 പേരും മാതള നാരങ്ങ കഴിച്ചോളൂ. അപ്പോൾ ഇവരെല്ലാവരെയും ഒന്ന് ഇരുത്താൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴാണ് അവരിയ്ക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം, പാറൂസ് പോട്ടെ, പാറൂസ് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഇവർ തല്ലുവിടുമ്പോഴായാലും ഇവൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാധനം ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ബാക്കി 3 പേര് ഉന്തും തള്ളും ഭയങ്കരമാണ്. അതിനും ആണെങ്കിൽ കടിവീരനാണ്, നല്ല രീതിയിൽ കടിക്കുകയും ചെയ്യും. മാംസം പറിച്ചെടുക്കുന്ന രീതിയിൽ അവൻ കടിക്കും പിച്ചും. കാശിയാണെങ്കിൽ ഇവരുടെ മേത്തൊക്കെ കയറിയിരിക്കും, തലയിലൊക്കെ കയറിയിരിക്കും. അല്ലിക്കുട്ടനാണെങ്കിൽ ഒയ്യോ നിർത്താത്ത കരച്ചിൽ. 3 ടൈപ്പാട്ടോ. ഞാൻ ദോശ വയ്ക്കാൻ പോകണം. ഈ ഒരു സമയമായപ്പോൾ തന്നെ എനിക്ക് വിശന്ന് തളർന്നു തുടങ്ങി. കാരണം വെളുപ്പിന് എണീറ്റതല്ലേ, അതായത് എത്രയോ നേരത്തെ എണീറ്റത്, 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റതല്ല. അപ്പോൾ ആ ടൈം തൊട്ട് ആ ഒരു ഡ്രിങ്ക് മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ വിശക്കാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, 3 ദോശ കഴിച്ചു, വലിയ ദോശ 3 എണ്ണം കഴിച്ചു. പിന്നെ മസാല ദോശയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ അത് കഴിച്ച് വെറുതെ അല്ല ഞാൻ വണ്ണം വെക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ കീത്തു ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു കസിൻ്റെ അടുത്ത് ഒരു മരണം ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ ഉച്ചയ്ക്ക് ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് പറഞ്ഞു, പിന്നെ ഇത് പരിപ്പും മത്തങ്ങയും മീൻകറി, തലേദിവസത്തെ മീൻകറി ഉണ്ട്. കുറേ പേര് പറഞ്ഞു കറക്കിടക വലിയ കാര്യമായിട്ട് വിളക്കൊക്കെ വെക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ നോണല്ല വെക്കുന്നുണ്ടല്ലോ. കുറേ ശരിയാണ്, പക്ഷെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായി നമ്മളങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ അങ്ങനത്തെ വ്രതം പോലെ എടുക്കുന്ന ആൾക്കാരല്ല. വിളക്ക് വെക്കും, അത്രയേ ഉള്ളൂ. ഓണത്തിനും വിഷുവിനൊക്കെ ഞങ്ങളിവിടെ നോൺ വെക്കാറുണ്ട്. ഞങ്ങളങ്ങനെ വെജ് തന്നെ അങ്ങനെ ഇല്ല കേട്ടോ. കാരണം ഇവിടെ എന്തായാലും ഒരു മീൻ വേണം, എന്നാലേ നമ്മുടെ ആണുങ്ങൾക്കൊക്കെ ഇറങ്ങുള്ളൂ. ചിലർ വീട്ടിൽ അങ്ങനെയാണല്ലോ, ചില ആളുകൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ഒന്നുമില്ല. 1-ാം തീയതി ഒക്കെ നമ്മൾ മീൻകറി വയ്ക്കാറുണ്ട്, പക്ഷെ നമ്മൾ വിളക്ക് കാട്ടി നാമം ചൊല്ലും, അത്രേ ഉള്ളൂ കേട്ടോ. അതെ, പാറൂസ് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. കൊടുങ്ങല്ലൂരാണ്, കുറച്ച് നേരം പോവാനുണ്ട് കേട്ടോ യാത്ര. അപ്പോൾ കുഞ്ഞോളും ഉണ്ടാവും. അതേ, നിഖിലും കീത്തുവും കൂടിയിട്ടാണ് പോണത്. ഇവർ അവിടെ നിന്ന് വന്നതിന് ശേഷം കൊടുങ്ങല്ലൂർ കടയ്ക്ക് കയറാനുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഐനൂസിന് ഇവിടെ നിർത്തിയിട്ടാണ് പോണത് കേട്ടോ. അല്ലു നല്ല ഉറക്കമായിരുന്നു, പിന്നെ ഐനൂന് വയ്യ, അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യിക്കണ്ടല്ലോ, അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോണത്. 2 മണിയാകുമ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് ടീച്ചറുടെ അടുത്തേക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാനാണെങ്കിൽ ഈ സമയം കൊണ്ട് നല്ല ഉറങ്ങി. എനിക്ക് വാ ചോറിന് വാ 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 എനിക്ക് അപ്പോൾ ഏട്ടൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ, കാരണം ദോശ തിന്നതിൻ്റെ എഫക്റ്റ് എനിക്ക് ഇപ്പോഴും മാറിയിട്ടുണ്ടായില്ല. അപ്പം നല്ല ഉറക്കക്ഷീണമായിരുന്നു. രാത്രി ഉറങ്ങിയത് ലേറ്റായിട്ടാണ്, എണീറ്റ് നേരത്തെ ആയതുകൊണ്ട് നല്ല ഉറക്കഭ്രാന്തായിരുന്നു. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇന്നത്തേത് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ദിവസമായിരുന്നു. ഇവിടെ ഇന്നത്തെ 3-ാമത്തെ ദിവസവും വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടായിരിക്കുകയാണ്. ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ഹാഫ് ഡേ വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എൻ്റെ കണ്ണുകൾ നിങ്ങൾ നോക്കൂ, എനിക്ക് ഭയങ്കര ഉറക്കപ്പിച്ചാണ്. ഇന്ന് ഞാൻ പറഞ്ഞത് നല്ല ലേറ്റ് ആയിട്ടാണ് ഞാൻ കിടുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എണീക്കുന്നത് വളരെ നേരത്തെ എണീറ്റല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ കണ്ണിങ്ങനെ പുളിക്കുക എന്ന് പറയില്ലേ, അതായത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു 12 മണി ആവണ നേരത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ദോശ കഴിച്ചത്. അത് ഞാൻ നല്ല രീതിയിൽ തട്ടുകയും ചെയ്തു. അപ്പോൾ അതെൻ്റെ വയറ്റിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ഇന്നത്തെ ഭക്ഷണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേണമെങ്കിൽ ഒരു 5 മണി 5:30 6 മണിയൊക്കെ ആകുമ്പോൾ വിശക്കണ ആ നേരത്തെ ഞാൻ കഴിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ പാറൂസ് പോയിട്ടുണ്ട്, ഡാൻസിന് പോയി. ഇനി പേട്ടൻ്റെ വർക്കിന് പോവും. അമ്മായിയും പൊണ്ണമ്മായിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ 1 വീക്ക് സീരീസിൻ്റെ ഡേ 3 എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വയ്ക്കുന്നു. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച പോലെയല്ല, എനിക്ക് 2 ദിവസത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി അത് ഇടണ്ട, അതേപോലെ തന്നെ ഇടണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഇടില്ല എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗിൽ പറഞ്ഞപ്പോൾ അത് എന്നോട് എല്ലാവരും പറഞ്ഞു, ചേച്ചിയുടെ ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും ഒരു റെസ്പോൺസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇടുന്ന ഈ ഒരു ഡേ 1, 2-ൽ എന്താ പറയുക, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറേ മേലേക്ക് ഉള്ളൊരു റെസ്പോൺസാണ് എനിക്ക് നിങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ എപ്പോഴും എനിക്ക് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡേ 3 അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.